റെഡി. നമ്മളിപ്പോൾ ഒന്ന് ആദ്യമായിട്ടൊന്ന് വായിക്കാൻ. അപ്പോൾ നമ്മൾ പിന്നെ ടെക്നിക്കൽ എററായിട്ട് വരുന്ന അത്തരം സ്പേസ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആൾക്കാരാണ്. അതേപോലെ തന്നെ വസ്തുതാപരമായ എററുണ്ടാവും. അത് ടൈപ്പ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതേ ബന്ധപ്പെട്ട് ചേർക്കാനൊക്കെ ചർച്ചയുണ്ട്. പിന്നെ ഇതിൽ QR കോഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പുസ്തകത്തിനെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഇതിലേക്ക് നമുക്ക് കാര്യങ്ങൾ നൽകിയ ആളുകളുടെ സംഭാഷണങ്ങൾ, അഭിമുഖങ്ങളുടെ വീഡിയോ, അത് QR കോഡ് തയ്യാറായി ഡിസൈൻ ചെയ്ത ശേഷം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഡിലേക്ക് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബാക്കിയുള്ളത്. അപ്പോൾ എഡിറ്റിങ്ങിന് നമുക്ക് കഴിഞ്ഞ കുറച്ച് ആൾക്കാരാണെന്ന് പോയിട്ട് അതൊന്ന് വേഗം കാണാൻ പറ്റും. കാരണം രണ്ടാൾ രാവിലെ ഇരുന്നാൽ ഏകദേശം വേറൊരാൾക്ക് ഇരുന്നാൽ സ്വഭാവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തോന്നുന്നു. വളരെ എത്ര കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നല്ലൊരു പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഭയങ്കര ഹൈ ക്വാളിറ്റി ഉണ്ടാക്കുന്ന എന്താണ് നമ്മൾ കാര്യങ്ങൾ പഴയ അങ്ങനെ റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസ് ഏറ്റവും പ്രധാനം എന്താണ് ഈ മുതിർന്ന വ്യക്തികൾ പറഞ്ഞതാണ്. അപ്പോൾ അത് വേറെ കൊടുത്തെങ്കിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ റെഫറൻസ് വരുന്നത്. നമ്മളിപ്പോൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ സൗകര്യം ഉണ്ടായിട്ടൊന്ന് ഉപയോഗപ്പെടുത്തുന്നത് ആണല്ലോ ചെയ്യും. കാരണം അതൊരു പ്രധാനപ്പെട്ട വളരെക്ക് അതേ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രിന്റിങ് ഏറെക്കുറെ പൂർത്തിയായി. ഇതിൻ്റെ എഡിറ്റിങ് നമ്മളെ എഡിറ്റിങ് ഏറെക്കുറെ അവിടെ എഡിറ്റിങ് രണ്ടാൾ ഇന്ന വേണ്ടല്ലോ ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു വലുപ്പത്തിലേക്ക് ആളിന്റെ ശേഷം കാരണം അപ്പോഴാണ് ഇങ്ങനെ കാണുന്ന പോലെ അല്ല അതിന് വരുന്നത്. അപ്പൊ രൂപത്തേക്ക് വരുമ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു നോട്ടം കൂടി നോക്കി കഴിയുമ്പോഴേക്കും അതിലാണ് ആ ലേഔട്ടിന് കഴിഞ്ഞിട്ട് അവിടെ അക്ഷരത്തെറ്റുകളും വരില്ല. അക്ഷരത്തൊക്കെ നമ്മൾ ചിത്രങ്ങൾ ഉള്ളിൽ വല്ലാതെ വരാത്ത ചിത്രങ്ങളൊക്കെ വരുമ്പോ അതിന്റെ അലൈൻമെന്റ് മാറും. അതുകൊണ്ട് പ്രശ്നം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ അവസാനം ഒരു അവർക്ക് അനുബന്ധം ഉണ്ടാവും. അത് നമ്മൾ റെഫറൻസ് ആ റെഫറൻസ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിത്രങ്ങൾ നല്ല പേപ്പർ കൊടുക്കുക. കാരണം ഈ ചിത്രങ്ങൾ സൗകര്യത്തേക്കല്ല എത്ര എഴുതി പിന്നെ അതിൻ്റെ അനുബന്ധം എഴുതി പിന്നെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്താ പറഞ്ഞാൽ വെച്ചാല് ചിത്രങ്ങളോട് ഉൾപ്പെടുന്ന ബുക്കാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അവരെ ചിത്രം ഇവിടെ വരും. നമ്മൾ വിചാരിച്ച പോലെ വലുപ്പം കിട്ടില്ല വരില്ല. കാഴ്ച പ്രധാനമല്ല, ആ എഡിറ്റിംഗ് നല്ല സാധാരണ കാഴ്ച പ്രധാനമാണ്. കൂടാതെ ഇത് കാഴ്ച പ്രധാനമല്ല, ഇതാണ് വിവര പ്രധാനം. കൂടാതെ അനുബന്ധം എഴുതുമ്പോൾ ലാസ്റ്റിൽ വേണമെങ്കിൽ ഫോട്ടോ കാണുവാനോ ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. വായിച്ചത് മനസ്സിലായത് വായിച്ചു പ്രാവശ്യം കുറേ പ്രാവശ്യം വായിച്ചാൽ എന്നിട്ട് അതിന് തെറ്റുകൾ അപ്പോൾ ബാക്കിയുള്ളവർ വായിക്കാൻ കഴിയുന്നതാണ് അതുപോലുള്ള ആളുകളെ ഒരു പുസ്തകം സാധാരണ മറ്റേ നടത്തുന്ന സാധനം ചെയ്യുന്ന സാധനം തന്നെ നമ്മളൊരു കോപ്പി ഒരാൾക്ക് കൊടുക്കും. ഇപ്പോൾ ഡോക്ടർ കോപ്പി മുദ്ര പറയും അത് ഉത്സവത്തെ മുദ്രയാണ് അത് ചെയ്യുക. അപ്പോൾ മുദ്രടുത്ത് പുസ്തകം കൊടുത്തേക്കും അതിൻ്റെ റെഫ്. എന്നിട്ട് അതിൽ മുദ്ര കൃത്യമായിട്ട് ഒരാൾ അത് സൂക്ഷിച്ചിരുന്ന് വായിക്കും. എന്നിട്ട് വായിച്ചിട്ട് അതിൻ്റെ തെറ്റുകൾ കൃത്യമായിട്ട് നോക്കിയാൽ വേറൊരാൾ വായിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ തെറ്റ് കാണില്ല. അപ്പോൾ ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ വായനത്തിൽ ഇങ്ങനെ പോകും. ഞാൻ വായിച്ച് ഞാൻ തന്നെ അടയാളപ്പെടുത്തുന്ന എൻ്റെ കാണുന്ന തെറ്റുകൾ വളരെ നമ്മുടെ തിരൂരങ്ങാടി തിരങ്ങാടി നമ്മൾ വായിക്കുന്ന തിരൂരങ്ങാടി വായിച്ചു. അത് നമ്മുടെ മനസ്സിലാക്കി നോക്കിയിരിക്കുന്നത് വേറെയാണ്. കേട്ട് വായിക്കുമ്പോൾ നമ്മൾ അന്ന് അംശഭാഷയും പിന്നെ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇതേപോലെ അംശഭാഷങ്ങനെ വായിച്ചിട്ട് ഈക്കെടുത്ത് വീണ്ടും പിന്നെ അവസാനിക്കുമ്പോൾ അങ്ങനെ വേണ്ട ഓരോ പേര് അത് നോക്കുമ്പോൾ തെറ്റ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ സംശമാഷക്ക് ഒരു അദ്ദേഹം കൊടുക്കുക. ബാക്കി ഒന്നരാണ് അദ്ദേഹം തരാം. എന്നിട്ട് ആ
അതിന്റെ കറക്ഷൻ അവനാണ് എന്നാൽ വല്ലാത്ത ഭാരം വരില്ല. ഇതേപോലെ രണ്ടോ മൂന്നോ അധ്യായം കൊടുത്താൽ ആ അതെ അതെ അതിന് വന്നിട്ടുണ്ടല്ലോ നമുക്ക് തെറ്റൊക്കെ ചിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പൊക്കെ പ്രിന്റ് വന്നു. ആ തെറ്റൊക്കെ ചിക്കാൻ സാമ്പിൾ കോപ്പി വെക്കുക. ആ സാമ്പിൾ കോപ്പി വെക്കുക. ആ ഡൊട്ടുമ്പോൾ കോപ്പി പ്രിന്റ് വന്നു. കൊടുത്താലേ അതിനകത്ത് പാല് ജീവിതം നമ്മളെ പാലുണ്ടല്ലോ ആ പാല് സെറ്റപ്പ് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യണം? സേവ് കൊടുക്കണ്ടേ? ആ സേവ് ഇത് മാത്രമല്ല ഏൽപ്പിക്കേണ്ടത്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പ്രസ് മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു സോയിലിന് ലിസ്റ്റിന്റെ നല്ലത് എങ്ങനെയാണ് ഒരാൾ വായിക്കുമ്പോൾ പക്ഷെ നാലാള് നോക്കണം പറഞ്ഞതാണ് ആ നോട്ടത്തിൽ വ്യത്യാസം രണ്ട് കോഫി കൂടി കിട്ടിയിട്ട് കുറച്ച് നമ്മുടെ ഓരോരുത്തർ തിരിച്ചോ ഇത് കൊണ്ടോണ്ടേ ഇവിടുന്ന് തിരിക്കുക. അതെ അതേ പറ്റുള്ളൂ. പോലെ ആ ടൈമിൽ നമ്മളില്ലാതെ ഇന്നലെ തീർന്നുള്ള രൂപത്തിലാണ് ഒരു ടൈം ബൗണ്ട് ഞാനിപ്പോ 6 ആള് വായിച്ചല്ലോ. ഈ 6 ആൾക്കും കൊടുത്തിട്ടില്ല. ഞാൻ ഒരാൾ തിരിക്കും രാത്രി ഒരാളെ ഇപ്പൊ ഒരാഴ്ച ഫുള്ള് വായിക്കും. ഒരാഴ്ച ഫുള്ള് വായിച്ചിട്ട് ഈ വായിച്ചേക്കാണ് എല്ലാവരും വായിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതായിരുന്നു നല്ലത്. ഒരു വായന ഒരാൾ വായിക്കുമ്പോൾ തന്നെ ഒപ്പം ഇങ്ങനെ 5 പേര് തോന്നുമ്പോൾ തെറ്റൊക്കെ കുറേ സാധനം ഒഴിവാക്കണം. ചെറുത് ചെയ്യാം. അത് ഞാൻ കോൺടാക്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വായിക്കുമ്പോ പിന്നെ ഇപ്പൊ ഇതെല്ലാം കൈകാര്യം കൊടുത്തിട്ടുണ്ടാവും. ചില തെറ്റുകളൊക്കെ ഉൾക്കൊള്ളു നിലമ്പൂർ ഇഷ്ടമല്ല ആലപ്പുഴയുള്ള മലമ്പുഴ എസ്റ്റേറ്റാണ്. അല്ല അതൊക്കെ ഭയങ്കര തെറ്റുകളാണ്. ആ ഭാഗത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവം. അങ്ങനെ ഞാൻ ഭാഗത്ത് വായിച്ചെടുത്ത് അതേപോലെ PM എനിക്ക് MB എടുത്ത് ഞാൻ പോകും വായിക്കാൻ. അടിപൊളി ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഏറ്റവും ഇതിനെപ്പറ്റി ഓതന്റിക്കായ ആൾക്കാരാണ്. ഒരു കുടുംബമാണോ പോയതിന് പ്രശ്നമാണ്. അല്ല ബന്ധപ്പെട്ട അപ്പൊ അതായത് നമുക്ക് ആ തരത്തിലുള്ള ഒക്കെ നമുക്ക് മുന്നോട്ട് കൊടുക്കാനുള്ളൂ. അത്